തലകറക്കവുമായി എത്തുന്ന രോഗികളിൽ ഒരു 20% BPPV എന്ന് പറയുന്ന തലകറക്കമാണ്. എന്താണ് ഈ BPPV? എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? എങ്ങനെ ഇത് പരിഹരിക്കാം? ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. BPPV എന്ന വാക്ക് കേൾക്കുമ്പോൾ ഓരോ വാക്കിൻ്റെയും അർത്ഥം എന്താണെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. BPPV എന്ന വാക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബിനൈൻ പാരോക്സിസമൽ പൊസിഷണൽ വെർട്ടിഗോ എന്നാണ്. ബിനൈൻ എന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് അല്ലാത്തത്, രോഗിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത ഒരു അസുഖം എന്നർത്ഥം. ഈ തലകറക്കം നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സെൻസേഷനാണ്, എന്നാൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് ഈ ബിനൈൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പാരോക്സിസമൽ, അതായത് സഡൻ ഓൺസെറ്റ്, പെട്ടെന്നുണ്ടാകുന്ന ഒരു തലകറക്കമാണ്. അടുത്ത വാക്ക് പൊസിഷണൽ, തല അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിക്കുമ്പോഴോ അതല്ലെങ്കിൽ കുനിഞ്ഞിട്ട് നിവരുമ്പോഴോ കിടന്നിട്ട് എണീക്കുമ്പോഴോ ഉണ്ടാകുന്ന ഒരു തലകറക്കം. വെർട്ടിഗോ എന്ന വാക്കിൻ്റെ അർത്ഥം തലകറക്കം അഥവാ സ്പിന്നിങ് സെൻസേഷൻ. അപ്പോൾ ഈ BPPV എന്ന വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഇത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമാണെങ്കിലും ഇത് രോഗിക്ക് പിന്നീട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു രോഗമല്ല. പലപ്പോഴും ചികിത്സയൊന്നും എടുത്തില്ലെങ്കിലും ഇതൊരു 14 ദിവസം കൊണ്ട് തനിയെ മാറുകയും ചെയ്യുന്ന രോഗമാണ്. എന്തുകൊണ്ടാണ് ഈ BPPVയിലെ തലകറക്കം ഉണ്ടാകുന്നത്? നമ്മുടെ ആന്തരിക കർണത്തിൽ തലകറക്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ട്യൂബുകളും സഞ്ചികളുമുണ്ട്. സെമി സർക്കുലർ കനാൽസ് എന്നാണ് ഈ 3 ട്യൂബുകളുടെ പേര്. ഇത് 3 പേരിട്ട് വിളിക്കുന്നു: പോസ്റ്റീരിയർ, ലാറ്ററൽ ആൻഡ് സുപ്പീരിയർ. ഇങ്ങനെ 3 ട്യൂബുകളുണ്ട്. അതേപോലെ തന്നെ 2 സഞ്ചികൾ, സാക്യൂൾ ആൻഡ് യൂട്രിക്കിൾ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ സഞ്ചികൾക്കകത്ത് കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്. ഈ ക്രിസ്റ്റൽസ് തലയുടെ പൊസിഷൻ മാറുമ്പോഴോ മറ്റു കാരണങ്ങളോ കൊണ്ടൊക്കെ ഈ ട്യൂബുകളിലേക്ക് വന്ന് വീഴാം. ഈ ട്യൂബുകളിൽ ഈ ക്രിസ്റ്റൽസ് എത്തുമ്പോൾ നമ്മുടെ തലച്ചോറിലേക്ക് ഫോൾ സിഗ്നൽ പോകുന്നു, ശരീരം അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തോന്നൽ കാരണമാണ് രോഗി തലകറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഒന്നല്ലെങ്കിൽ തനിയെ ഇല്ലാതാവുന്നത് വരെയോ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്ത് ഇതിനെ തിരിച്ച് ഈ സഞ്ചികൾക്കകത്ത് ആക്കുന്നത് വരെയോ ഈ തലകറക്കം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ BPPVക്ക് നമ്മൾ എക്സസൈസുകൾ ചെയ്ത് ഈ തലകറക്കത്തെ കുറയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് BPPV എന്ന അസുഖം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആർക്കൊക്കെയാണ് ഈ BPPV തലകറക്കം ഉണ്ടാകുന്നത്? സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. പ്രമേഹ രോഗികളിലും ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്. ഏത് പ്രായത്തിലും BPPV വരാമെങ്കിലും കൂടുതലായും കണ്ടുവരുന്നത് ഒരു 60 വയസ്സിന് ശേഷമാണ്. പിന്നെ എവിടെയെങ്കിലും ഒന്ന് തല ചെറുതായിട്ട് ഇടിച്ചു കഴിഞ്ഞാലോ അതല്ലെങ്കിൽ വലിയൊരു റോഡ് അപകടത്തിന് തല എവിടെയെങ്കിലും ഇടിച്ചു പോയിട്ടുണ്ടെങ്കിലോ ഈ BPPV കാണാം. അതേപോലെ പല്ലെടുക്കുന്ന പ്രൊസീജിയർ, ചെവിയിൽ എന്തെങ്കിലും സർജറി ഉണ്ടായിട്ടുണ്ടെങ്കിലൊക്കെ ഈ BPPVയുടെ തലകറക്കം തൊട്ടടുത്ത ദിവസങ്ങളിൽ കാണാം. സ്ഥിരമായിട്ട് മൈഗ്രെയിൻ തലവേദനകൾ ഉള്ളവർക്കും BPPVയുടെ തലകറക്കം കൂടുതലാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? കിടന്നിട്ട് എണീക്കുമ്പോൾ ചുറ്റും കറങ്ങുന്നത് പോലെ തോന്നും, റൂം ഒന്നായിട്ട് കറങ്ങുന്നു, അതല്ലെങ്കിൽ രോഗി ഒന്നായിട്ട് കറങ്ങുകയാണ്. വലത്തോട്ട് ചെരിയുമ്പോഴോ ഇടത്തോട്ട് ചെരിയുമ്പോഴോ ഇത് കൂടുകയാണ് ഡോക്ടറെ. ഇതാണ് സാധാരണ രോഗികൾ പറയാറ്. ഇതിൻ്റെ കൂടെ തന്നെ ഓക്കാനവും ഛർദിയും ഒക്കെ ഉണ്ടാവും. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, BPPV തലകറക്കത്തിൻ്റെ കൂടെ ചെവിയിൽ കേൾവിക്കുറവുണ്ടാകുന്നില്ല. ഇതോടൊപ്പം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടോ ബോധം പോവുകയോ അപസ്മാരമോ തുടങ്ങിയവയൊന്നും ഈ BPPV തലകറക്കത്തിൻ്റെ കൂടെ ഉണ്ടാവുകയില്ല. എങ്ങനെയാണ് BPPV തലകറക്കമുണ്ടെന്ന് ഡോക്ടർമാർ സാധാരണ മനസ്സിലാക്കുന്നത്? രോഗിയിൽ നിന്ന് വിശദമായിട്ടൊരു ഹിസ്റ്ററി എടുത്ത ശേഷം പൊസിഷൻ ടെസ്റ്റ് എന്ന ടെസ്റ്റിന് ഈ രോഗിയെ വിധേയമാക്കുന്നു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്നർ ഇയർ അഥവാ ആന്തരിക കർണത്തിൽ 3 ട്യൂബുകളുണ്ട്. ഈ 3 ട്യൂബുകളിലേക്കും കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് വന്ന് വീഴാം. അപ്പോൾ എല്ലാ BPPVയും ഒന്നല്ല, സത്യത്തിൽ BPPV 3 തരമുണ്ട്. അതുകൊണ്ട് 3 പൊസിഷൻ ടെസ്റ്റാണ് ഈ BPPV ഉള്ള ഒരു രോഗിക്ക് ചെയ്തു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ BPPV ഇല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയണമെങ്കിൽ ഈ 3 കനാലുകളിലുമുള്ള പൊസിഷൻ ടെസ്റ്റ് ചെയ്തു നോക്കണം, അതും 2 വശത്തേക്കും. ഇങ്ങനെയാണ് കണ്ണിൽ വരുന്ന മാറ്റം നോക്കി ഡോക്ടർമാർ BPPV ആണ് നിങ്ങൾക്കുള്ളതെന്ന് പറയുന്നത്. ഏത് കനാലിനാണോ BPPV വന്നിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കറക്ഷൻ മാനുവേഴ്സാണ് ഡോക്ടർമാർ സാധാരണ ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്.
പലപ്പോഴും തലകറക്കം വരുമ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എപ്ലീസ് മാനവർ എന്ന പ്രൊസീജിയറാണ് രോഗികൾ സാധാരണ കണ്ടുപിടിക്കുക. അപ്പോൾ എപ്ലീസ് മാനവർ തനിച്ച് വീട്ടിൽ നിന്നും ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്നത് ആ മാനുവർ ചെയ്യേണ്ട തലകറക്കമായിരിക്കില്ല. അതുകൊണ്ട് എപ്ലീസ് മാനുവർ കഴിയുന്നതും വീട്ടിൽ നിന്ന് ചെയ്യാതിരിക്കുക. തലകറക്കം തോന്നുന്ന ഉടനെ ഒന്ന് സമാധാനമായിട്ട് കിടന്നാൽ ഈ ഒരു തലകറക്കം ഒരു 40 സെക്കൻഡ് മുതൽ 60 സെക്കൻഡിനുള്ളിൽ തനിയെ മാറും. വീണ്ടും തലകറക്കം വരുന്നെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കണ്ട് അതിനുള്ള ചികിത്സ എടുക്കാം. BPPV തലകറക്കം എന്തുകൊണ്ട് വരുന്നെന്നും എത്ര തരമുണ്ടെന്നും ഇതിനുള്ള ചികിത്സ ഓരോ കനാലിനും വ്യത്യസ്തമാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്ഥിരമായിട്ട് BPPV തലകറക്കമുള്ള ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക.